എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. ഇടക്കൊച്ചി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത് നാടകോത്സവം 30-ന് തുടങ്ങും. ഇടക്കൊച്ചി സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന MK അർജുനൻ മാസ്റ്റർ സ്മാരക രണ്ടാമത് നാടകോത്സവം 30 മുതൽ ഡിസംബർ 4 വരെ ഇടക്കൊച്ചി ജ്ഞാനോദയം സഭാ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇടക്കൊച്ചി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് അർജുനൻ മാസ്റ്റർ സ്മാരക നാടകോത്സവം ഈ 30-ന് നവംബർ 30-ന് ആരംഭിച്ച് ഡിസംബർ 4-ന് 5 ദിവസം 5 പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നാടകോത്സവം ആഘോഷിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ അർജുനൻ മാസ്റ്ററെ സ്മരിക്കുക എന്നതോടൊപ്പം തന്നെ നാടകം, കഥാപ്രസംഗം പോലുള്ള കലാരൂപങ്ങൾ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലേക്ക്, ആ നവോത്ഥാനത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ നമുക്കതിനൊരു ആത്മധൈര്യം നൽകിയ ഒരു സംവിധാനങ്ങളാണ് ഈ നാടകമാണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും ഉൾപ്പെടെയുള്ള അത്തരം കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലാകെ ഇപ്പോൾ അത്തരത്തിലൊരു തിരിച്ചുവരവിനുള്ള ശ്രമം പല മേഖലകളിലും പല സംഘടനകളും നടത്തുന്നു. 30-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6-ന് നടക്കുന്ന പരിപാടി മുൻ MLA ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ KJ ബേസിൽ അധ്യക്ഷത വഹിക്കും. ജനറൽ കൺവീനർ AP ലെനിൻ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കും. പ്രശസ്ത സിനിമാ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കലാരത്ന KM ധർമ്മൻ മുഖ്യ പ്രഭാഷണം നടത്തും. അർജുനൻ മാസ്റ്റർ അനുസ്മരണം AR ശിവജി നിർവഹിക്കും. കൌൺസിലർ അഭിലാഷ് തോപ്പിൽ, PMSC ബാങ്ക് പ്രസിഡന്റ് KP ശെൽവൻ, PB ഷഡാത്മജൻ എന്നിവർ സംസാരിക്കും. രേണു എമ്പള്ളി ഉപഹാര സമർപ്പണം നടത്തും. ആദ്യ ദിനം ബ്ലോക്ക് ബസ്റ്റർ നാടകം റിപ്പോർട്ട് നമ്പർ 79 അരങ്ങേറുന്നത്. രണ്ടാം ദിനം കലാനിലയം പീറ്റർ അനുസ്മരണം നടക്കും. രണ്ടാം ദിനം ചിറയൻകീഴ് അനുഗ്രഹയുടെ ചിത്തിര എന്ന നാടകം അരങ്ങേറും. മൂന്നാം ദിവസം AD പുരം ബാസി അനുസ്മരണം നടക്കും. മൂന്നാം ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകമാണ് അരങ്ങേറുക. നാലാം ദിനം IT ജോസഫ് അനുസ്മരണം നടക്കും. അന്നേ ദിവസം ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകം അരങ്ങേറും. സമാപന സമ്മേളനം പ്രശസ്ത സംഗീത സംവിധായകൻ ബിജുപാൽ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തും. അന്നേ ദിവസം വള്ളുവനാട്ട് ബ്രഹ്മയുടെ വാഴ്വെ മായം എന്ന നാടകവും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ചെയർമാൻ KJ ബേസിൽ, ജനറൽ കൺവീനർ AP ലെനിൻ, NO ജെയിംസ്, ജോസി റിബെല്ലോ എന്നിവർ പങ്കെടുത്തു. മാഷ് സിനിമാ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇടക്കൊച്ചിയിലെ അമച്ചോർ നാടക സംരംഭങ്ങളിൽ സംഗീതത്തിന്റെ സാന്നിധ്യം മാഷിലൂടെയായിരുന്നു. അങ്ങനെ ഒരു ബന്ധം ഇടക്കൊച്ചിയുമായിട്ട് മാഷ് തന്നു. അപ്പോൾ ഞങ്ങൾ ഈ നാടകമേള ആലോചിച്ചപ്പോഴേക്കും ആദ്യം ഒന്ന് നാമധേയം അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഞങ്ങൾ ഈ നാടകമേള നടത്തുക അർജുനൻ മാഷ സ്മരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മലയാള നാടകവേദിയിൽ പ്രവർത്തിച്ചിരുന്ന കലാനിലയം പീറ്റർ, AD പുരം ഭാസി, IT ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പേരിലാണ് ഓരോ ദിവസവും പിന്നീടുള്ള നാടകങ്ങൾ. ആദ്യ ദിവസം ടൈറ്റിൽ എന്നുള്ള ആൾക്ക് അർജുനൻ മാഷാണെങ്കിൽ പോലും പിന്നീട് ആദ്യത്തെ ദിവസത്തെ സ്മരണ ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ള 4 ദിവസവും 3 ദിവസം ഈ 3 ഏറ്റവും 5-ാമത്തെ ദിവസം ഇടക്കൊച്ചി നാടകരംഗത്തും കലാരംഗത്തും നിന്നിരുന്ന ആളുകളെ സ്മരിക്കുന്നു. മൊത്തം ആളുകളെ. ന്യൂസ് ബ്യൂറോ, തൊപ്പമ്പടി.